നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശനിയുടെ മാറ്റാണ്. ഈ വരുന്ന മാർച്ച് മാസം 29-ാം തീയതി ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2025 മാർച്ച് 29-ാം തീയതി മീനമാസം 15-ാം തീയതി രാത്രി 10:39 ശനി തൻ്റെ സ്വക്ഷേത്രമായ കുംഭത്തിൽ നിന്നും മീനം രാശിയിലേക്ക് മാറാൻ പോകുകയാണ്. അപ്പൊ ഈ മാറ്റത്തോട് കൂടിയിട്ട് കുറെ നക്ഷത്രക്കാർക്ക്, അതായത് കൂറുകാർക്ക് നല്ല സൗഭാഗ്യങ്ങളും കുറച്ച് ആൾക്കാർക്ക് വളരെ കുറച്ച് മോശമായ സമയവും ആയിരിക്കും. അപ്പോ ഈ ശനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശനിയുടെ ഒരു രീതി വെച്ചിട്ട് സാധാരണ നമ്മൾ മനുഷ്യർക്ക് എല്ലാം ശനിയെ പേടിയാണ്. ശനിയെ നിങ്ങൾ സത്യത്തിൽ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ശനി ഭഗവാൻ നന്മ തന്നു തുടങ്ങിയാൽ എല്ലാം മംഗളമാക്കി തരുന്ന ഒരു മഹാഗ്രഹമാണ് ശനി. ശനി നമ്മുടെ സത്യം പറഞ്ഞാൽ ജീവിതം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ജീവിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാക്കുന്ന ഒരു പ്രകൃതി നിയമമാണ് ശനിക്കുള്ളത്. അപ്പോൾ ശനിയെക്കുറിച്ച് നിങ്ങൾ ആരും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ശനി മാറ്റത്തോട് കൂടിയിട്ട് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് കുറച്ച് ഗുണങ്ങളും ധാരാളം സൗഭാഗ്യങ്ങളും നല്ല കോടീശ്വര യോഗമുള്ള കുറെ നക്ഷത്രക്കാരുണ്ട്. എന്നാൽ കുറച്ച് ശനി മാറുന്നതോട് കൂടിയിട്ട് കുറച്ച് മോശാവസ്ഥയിലേക്ക് പോകുന്നവരും ഉണ്ട്. അപ്പോൾ 27 നക്ഷത്രങ്ങളിലും നല്ലതും മോശമായ അവസ്ഥയിലൂടെയാണ് ശനി കടന്നു പോകുന്നത്. അപ്പോൾ ശനിയെ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ വീഡിയോയിലും പറയുന്നത് ശനിയെക്കുറിച്ച് ഭയങ്കര ഒരു ജനങ്ങളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് പറഞ്ഞു വരുന്നത്. പൊതുവെ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി എന്നൊക്കെ പറഞ്ഞിട്ട് ശനി പോകുന്നുണ്ട്. അപ്പൊ അത്തരം കാലഘട്ടങ്ങളൊക്കെ ഇത് ചാരവശാൽ പോകുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം ഇതൊരു പൊതുഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. കൃത്യമായ ഫലം നിങ്ങളുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഈ ജാതകത്തിന്റെ ആ ഫ്രണ്ട് കോപ്പി ഗ്രഹനില അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അതിന് എന്തൊക്കെ പരിഹാരങ്ങളാണെന്ന് വേണ്ടതെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു തരാൻ എനിക്ക് കഴിയും. എല്ലാവർക്കും എൻ്റെ കമന്റ് ബോക്സിലൂടെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ശനിയെക്കുറിച്ച് നിങ്ങൾ ആരും പേടിക്കണ്ട, യാതൊരു പേടിയും വേണ്ട. ശനി ആരും ഉപദ്രവിക്കുകയും ചെയ്യില്ല. കാരണം ശനി മോശമായി ഒരു രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ മാത്രമേ ശനി ദ്രോഹിക്കുകയുള്ളൂ. നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ ആരും ശനി ദ്രോഹിക്കാറില്ല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ആദ്യമായി വരുന്ന മേടം കൂറാണ്. അപ്പൊ ശനി 2025 മാർച്ച് 29 രാത്രി 10:39 ശനി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വ്യാഴവും അവിടെ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ മേടം 31, അതായത് മെയ് 14 വ്യാഴം ഇപ്പൊ നിൽക്കുന്ന ഇടവൻ രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് മാറും. അപ്പോ കുറച്ച് സമാധാനം കിട്ടുന്നവരും ഉണ്ടാവാം, കുറച്ച് രൂക്ഷമായ അനുഭവം ജീവിതത്തിൽ ശനിയുടെ മാറ്റം കൊണ്ട് സംഭവിക്കുന്നവരും ഉണ്ടാകാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മേടക്കൂറുകാരെ പറ്റിയാണ് ആദ്യം പറയുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക കാല്, ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. കാർത്തികയുടെ കാൽഭാഗം. ഇവർക്ക് ഇപ്പോൾ ഇതുവരെ ശനി 11 സഞ്ചരിക്കുകയായിരുന്നു. മാർച്ച് 29 കൂടിയിട്ട് ശനി 12 വരികയാണ്. ഇവർക്ക് ഇപ്പൊ ഇതുവരെ ഉള്ള കാലഘട്ടങ്ങളൊക്കെ കുറച്ച് നല്ല കാലഘട്ടങ്ങളായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. എന്നാൽ പൂർണ്ണമായിട്ടും നല്ല കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാവണം എന്നൊന്നുമില്ല. ഇതൊരു പൊതുഫലമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ
ഇവർക്ക് ഇനി വരാൻ പോകുന്നത് 7.5 ശനിയാണ്. 7.5 ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 കൊല്ലമാണ്. അതിപ്പോ മീനത്തിലേക്ക് മാറിയ ശനി മേടത്തിൽ വരുന്ന നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗത്തിന് 7.5 ശനിയായിട്ട് ഭവിക്കും. അങ്ങനെ 7.5 കൊല്ലം അനുഭവിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് അടുത്ത 2.5 കൊല്ലം 7.5 ശനിയായിട്ടും പിന്നീട് 2.5 കൊല്ലം ജന്മശനി ആയിട്ടും വരും. അതായത് മേടൻ രാശിയിലേക്കാണ് ശനി അടുത്ത 2.5 കൊല്ലം കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത 2.5 കൊല്ലം ഇടവൻ രാശിയിലേക്കും വരും. അപ്പോ 2.5 കൊല്ലം 7.5 ശനി, അതിന്റെ 2.5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജന്മശനിയായി. അത് കഴിഞ്ഞാൽ പിന്നെ ഇടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും 7.5 ശനിയായി. ഇങ്ങനെ ഈ ഒരു 7.5 കൊല്ലം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോ ഈ എല്ലാവർക്കും ഒരേപോലെ അനുഭവിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടാ. അങ്ങനെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ജാതകത്തിൽ ശനി അനുകൂലനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടകശനിയും 7.5 ശനിയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ദ്രോഹവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ശനി പ്രതികൂലമായിട്ട് നിൽക്കുന്ന ജാതകങ്ങളിൽ മാത്രമേ ശനി ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. അപ്പോ അങ്ങനെയുള്ളവർ നമ്മൾ പറയുന്ന വഴിപാടുകൾ, അശ്വതി, ഭരണി, കാർത്തിക കാല് നക്ഷത്രക്കാർ അനുഭവിക്കേണ്ടതായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വളരെയധികം മന്ദഗതിയായിരിക്കും ജീവിതത്തിൽ. കാരണം മന്ദഗതി എന്ന് പറഞ്ഞാൽ ശനി സഞ്ചരിക്കുന്നത് മന്ദഗതിയിലാണ്, മെല്ലെയാണ് ശനി സഞ്ചരിക്കുക. ശനി 30 വർഷം കൊണ്ടാണ് ഒരു സൂര്യനെ ചുറ്റി വരുന്നത്. അപ്പൊ അത് ഒരു രാശിയിൽ 2.5 കൊല്ലമാണ് ശനിയുടെ കാലാവധി. അങ്ങനെ ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിൽ ആയതുകൊണ്ട് ശനിയാണ് ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്ന ഗ്രഹം. അതുകൊണ്ടാണ് ശനിയെ ജ്യോതിഷത്തിൽ മന്ദൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ശനി സഞ്ചരിക്കുന്നത് കൂടിയിട്ട് നമ്മുടെ ഈ മേടൻ രാശിയിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ഈ നക്ഷത്രക്കാർക്ക് അതിൽ വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് കാലഘട്ടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോ ഇവര് രാവിലെ എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊരു മന്ദഗതിയായിരിക്കും. ഒരു ജോലി ചെയ്യണം എന്നുള്ള ഒരു ഉഷാർ ഇവർക്ക് ഉണ്ടാവില്ല. എന്തിലും ഒരു പരാജയം തോന്നുക, ജീവിതത്തിൽ ചെന്ന് ചാടുന്നതെല്ലാം കുണ്ടിലായി പോകുന്ന അവസ്ഥ വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ വാക്ക് കൊണ്ട് സംഭവിക്കുന്ന ഇതുകൊണ്ട്, ചെറിയ ചെറിയ വാക്കുപിഴവ് കൊണ്ട് പല വലിയ ദൂഷ്യങ്ങൾ നമുക്ക് ഉണ്ടാവാം. നമ്മൾ ജോലി ചെയ്യുന്ന മേലുദ്യോഗസ്ഥരുമായിട്ട് നമുക്ക് വഴക്കിടേണ്ടി വരാം. അവർക്ക് നമ്മളെ കണ്ടുവിടാണ്ടാവാം. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിദേശ യാത്രാവാസം, വിദേശ യാത്രയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടിലൊക്കെ സാമ്പത്തികം കിട്ടിപ്പോരാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും നമ്മൾ. കാരണം ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാര്, കാരണം സാമ്പത്തികം കിട്ടില്ല, ജോലി ചെയ്ത പൈസ കറക്റ്റായി കിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഉടക്കുണ്ടാക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അവിടുത്തെ മേലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഉടക്കുണ്ടാക്കേണ്ട അവസ്ഥയോ, അല്ലെങ്കിൽ നമ്മുടെ ജോലി തരുന്ന ആരാണോ അവരായിട്ട് എപ്പോഴും സംസാരം, സുഹൃത്തുക്കളായിട്ട് വഴക്കുണ്ടാക്കാൻ ഇടവരിക. ഇങ്ങനെയുള്ള കാലഘട്ടമായിരിക്കും. ഒരു ജോലി ചെയ്യാൻ ഒരു ഉഷാറില്ലാതെ വരികയും, കാരണം നമുക്കൊന്നിനും ഒരു മാനസികാവസ്ഥ ശരിയായി വരാത്തൊരു കാലഘട്ടമാണ് ഈ 7.5 ശനിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്, മേടരാശിക്കാർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ വിദേശവാസമൊക്കെ നന്നായിട്ട് നടക്കുമെങ്കിലും കൂടിയിട്ട് ഈ കർമ്മത്തിന്റെ അധിപൻ കൂടിയായ ശനി എല്ലാം തരും. പക്ഷെ എങ്കിലും കൂടിയിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ശനി ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ 2.5 കൊല്ല കാലഘട്ടം. അങ്ങനെ പൂർണ്ണമായിട്ടും നിങ്ങൾ 2.5 കൊല്ലം അനുഭവിക്കേണ്ടതായിട്ടൊന്നും വരില്ല. കാരണം കുറച്ച് സമയം മാത്രം, ഒരു കൊല്ലം 6 മാസം ഒക്കെ കഴിയുമ്പം നിങ്ങളെ സമാധാനം കിട്ടാൻ തുടങ്ങും. കാരണം 3 മാസത്തിന് ശേഷം മാത്രമേ ശനിയുടെ രൂക്ഷ ഫലങ്ങൾ വരാൻ തുടങ്ങുകയുള്ളൂ. ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ഒന്ന് കുറഞ്ഞു വരാൻ സാധ്യത ഉണ്ട്. അത് നേരത്തെ പറഞ്ഞു, നമ്മുടെ ജാതകത്തിൽ ശനി അനുകൂലനാണെങ്കിൽ ഇതൊന്നും ഇത്തരക്കാരെ ബാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വളരെ സൂക്ഷിച്ചും കണ്ടും ആൾക്കാരുമായിട്ട് പെരുമാറേണ്ടതാണ്. യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. നമ്മൾ അങ്ങോട്ട് പോയി മുട്ടേണ്ട യാതൊരു കാര്യമില്ല, വണ്ടികൾ ഇങ്ങോട്ട് വന്ന് മുട്ടും. അപ്പൊ നമ്മള് അങ്ങനത്തെ അപകട സാധ്യതകളൊക്കെ ഉള്ള മേഖലയിൽ നിന്ന് കഴിയുന്നതും ഒഴിവായി നിൽക്കുക. യാത്രകളൊക്കെ അത്യാവശ്യം വേണ്ടി മാത്രം ചെയ്യുക. രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങുന്നത് കുറയ്ക്കുക. ഇതൊക്കെ അപകടങ്ങളിലേക്ക് വരാൻ സാധ്യത കൂടിയ സമയമാണ് ഇത്തരക്കാർക്ക്. അപ്പോൾ ഈ മേടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇവരെന്താ വഴിപാടായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശനീശ്വരനെ ഭജിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വഴിപാട്. ശനീശ്വരനെ ഭജിക്കുന്നത് ആണ് ഏറ്റവും ശനി രൂക്ഷം കുറയ്ക്കാൻ നല്ലതായിട്ട് വരുന്നത്. ഏറ്റവും കുറഞ്ഞത് ശനിയുടെ മന്ത്രമായ ഓം ശനീശ്വരായ നമ എന്നുള്ളത് 108 പ്രാവശ്യം ജപിക്കുക, ഏറ്റവും കുറഞ്ഞത്. ശാസ്താവിന് വഴിപാട് കഴിക്കുക, അയ്യപ്പ ക്ഷേത്രം ശാസ്താവിന് വഴിപാട് കഴിക്കുക, എള്ള് പായസം കഴിക്കുക,
കറുത്തെള്ളിന്റെ പായസം കഴിക്കുക, അതുപോലെ നീരാഞ്ജനം വഴിപാടായിട്ട് കഴിക്കുക, എള്ളുതിരി കത്തിക്കുക, നെയ്വിളക്ക് കത്തിക്കുക. ഇതൊക്കെ ഇവർക്ക് സമാധാനം തരുന്ന ഒരു രീതിയാണ്. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും. ഹനുമാൻ ചാലിസുകൾ ജപിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഗണപതി ഭഗവാനെ നന്നായിട്ട് ഭക്ത്യാദരപൂർവ്വം പ്രണമിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ ഈ ശനിദോഷം കുറച്ച് അഭിവൃദ്ധി വരാനും അപകടങ്ങളിൽ നിന്ന് ഒഴിവാവാനും സഹായിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇടവം രാശിക്കാരാണ്. കാർത്തിക മുക്കാല്, രോഹിണി മകീരം വര ഇടവക്കൂറാണ്. അത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിന്റെ അരഭാഗവും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇതുവരെ കണ്ടകശനി ആയിരുന്നു. 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിയായിരുന്നു. തൊഴിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഇവർ അനുഭവിച്ചിട്ടുണ്ടാവാം. തൊഴിൽ സ്ഥലത്താണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും മന്ദഗതിയും, ജീവിതത്തിലൊരു അലസത മനോഭാവം ഇവർക്ക് നല്ല അവസാനം വെച്ച് നല്ലോട്ട് ഉണ്ടായിട്ടുണ്ടാവാം. ഇവർക്കൊക്കെ ഒരു സമാധാനം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ശനി 10ൽ നിന്നും 11ലേക്കാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് ഏറ്റവും നല്ല, ഈ രാശിക്കാർക്കാണ് ഏറ്റവും ഗുണഫലങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ കാലമാണ്, അഭിവൃദ്ധിയുടെ കാലമാണ്. ഇനി സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്ന കാലമാണ് ഇടവം രാശിക്കാരെ കുറിച്ച്. അപ്പോൾ ഇടവം നക്ഷത്രത്തിൽ വരുന്ന ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്കൊക്കെ നല്ല സമയമായിട്ടാണ് ഈ ശനി മാറ്റത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ശനി മാറുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും. വ്യാഴം ഈ ഇടവൻ രാശിയിൽ നിലനിൽക്കുന്നത് കൊണ്ടും അടുത്ത് തന്നെ വ്യാഴം മിഥുനത്തിലേക്ക് മാറും. എങ്കിലും ഇവർക്ക് വളരെയധികം നല്ല ഫലം നൽകുന്ന, ഏറ്റവും നല്ല ഫലം നൽകുന്ന ഒരു കൂറാണ് ഇടവക്കൂറ് ഈ ശനി മാറ്റത്തിലൂടെ. കാരണം എല്ലാ സൗഭാഗ്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന വസ്തു വിൽപ്പന, ഈ വാഹനം വാങ്ങിക്കൽ, അങ്ങനെ എന്ന് വേണ്ട, കല്യാണം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ കല്യാണം മുടങ്ങിപ്പോയ കല്യാണങ്ങളൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കാനും, അതുപോലെ പിന്നെ ക്രയവിക്രയങ്ങൾ, സ്ഥലം വാങ്ങിക്കുക വിൽക്കുക എന്നുള്ള ആൾക്കാർക്കും, അതേപോലെ കുടുംബത്തിൽ സ്വസ്ഥമായ ജീവിതം നയിക്കാനും, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ ഒലഞ്ഞു പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ സമാധാനം കിട്ടുന്ന ഒരു രീതിയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാ കാര്യത്തിലും ഇവർക്ക് നല്ല സൗഭാഗ്യം വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇടവം കൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തായിട്ട് മിഥുനക്കൂറാണ്. മകീരമര, തിരുവാതിര, പുണർദം മുക്കാല് മിഥുനക്കൂറ്. ഇവരെ സംബന്ധിച്ച് ശനി സഞ്ചരിക്കുന്നത് ഇതുവരെ 9ലായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ ജീവിതം നയിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു ഇവരെ സംബന്ധിച്ച്, ഈ കൂറുകാരെ സംബന്ധിച്ച്. ഇപ്പോൾ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. ശനി 10ലേക്കാണ് വരുന്നത്. 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാകയാൽ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ തൊഴിൽ തടസ്സം ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന ഏത് മേഖല ആയിക്കോട്ടെ, കർമ്മഭാവം അതാണ്. അപ്പോൾ കർമ്മത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ശനിയുടെ ഈ ഒരു മാറ്റത്തിലൂടെ ഇവർക്കുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇവർ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് ജോലി സ്ഥലത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ പറയുന്ന അലസതകൾ ഇവരെ നന്നായി ബാധിക്കും. ജോലിക്ക് പോകാൻ മടി തോന്നുക, ചിലപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരിക, പലതരം അസുഖങ്ങൾ വരിക. ബൈക്ക് ഓടിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. വണ്ടിയിൽ നിന്ന് കൊട്ടി പറഞ്ഞ് വിടാനൊക്കെ സാധ്യത കൂടിയ സമയമാണ്. അപകടങ്ങൾക്ക് ഏറ്റവും സാധ്യത കൂടിയ സമയമാണ്. ഡ്രൈവർമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. ശനി 10ലേക്കാണ് വരുന്നത്. അപ്പൊ കർമ്മം ഏത് മേഖലയാണോ ആ മേഖലയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് പറയുന്നത്. കർമ്മം നമ്മൾ എന്ത് ചെയ്യുന്ന തൊഴില് അത് നമ്മുടെ കർമ്മമായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നമുക്ക് സ്തംഭനം ഉണ്ടാവും. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാലഘട്ടമാണ്. ചീത്തപ്പേര് കേൾക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് ചീത്തപ്പേര് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ശാസ്താവിനെ ഭജിക്കുക നിർബന്ധമാണ്. അതേപോലെ ഗണപതി, ഹനുമാന് വെറ്റിലമാല, വടമാല ഇതൊക്കെ ചാർത്തി പ്രാർത്ഥിക്കുന്നതും, ശനീശ്വരന് പറയുന്ന എള്ളുതിരി കത്തിക്കുന്നതും, നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതും, കറുത്ത എള്ളുകൊണ്ട് പായസം വെച്ച് നേദിക്കുന്നതും വളരെയധികം ഗുണഫലമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ മേഖലയും തടസ്സപ്പെട്ട് ജോലിയില്ലാത്ത അവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഭാര്യ ഭർത്താവ് അകൽച്ച വരിക, മക്കളുമായിട്ട് കലഹം ഉണ്ടാവുക, രക്ഷിതാക്കളെ മക്കൾ നോക്കാതെ വരിക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇവരെ സംബന്ധിച്ചുണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരമായിട്ട് ഈ പറഞ്ഞ വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് പോവുക. ശനിയുടെ ദോഷങ്ങളൊക്കെ താനേ കുറഞ്ഞ് ഒരു സമാധാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നല്ല ദൈവഭക്തിയോട് കൂടി 108 ഒരു ശനീശ്വരായ നമഃ എന്ന മന്ത്രം കൊണ്ട്
ജപിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒരു തടസ്സവും ഇല്ലാതെ സുഖ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അടുത്തതായിട്ട് കർക്കിടക്കൂറുകാരാണ്. കർക്കിടത്തിൽ വരുന്ന പുണർദം കാല്, പൂയം, ആയില്യം കർക്കിടക്കൂറാണ്. ഇവരെ സംബന്ധിച്ച് ഒരു സമാധാനം കിട്ടുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അഷ്ടമശനി ആയിരുന്നു ഇതുവരെ തൊട്ട്. കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, കുറെ ദുരിതങ്ങൾ ഈ സമയത്ത് അവർ അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ശനി മാറുന്നതോടുകൂടി കുറച്ചു കാലം കൂടി അനുഭവിക്കേണ്ടതായി വരും. ഒരു 3 മാസം കൂടി ശനി മാറിയാലും ഇവർക്ക് പൂർണ്ണ ഫലം കിട്ടണമെന്നില്ല. ഒരു 3 മാസത്തിന് ശേഷം പൂർണ്ണ ഫലത്തിലേക്ക് വരുന്നതായിരിക്കും. ഇവരുടെ അഷ്ടമത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്കാണ് ശനി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനസമാധാനം ഇവർക്ക് എന്തായാലും ജീവിതത്തിൽ ഉണ്ടാവും. കുറച്ച് മനസമാധാനം കിട്ടുന്ന സമയം തന്നെയാണ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട്. ഇവരെ സംബന്ധിച്ചും കുറെ നല്ല അനുഭവങ്ങൾ വരാൻ എടുക്കുകയാണ്. കാരണം സാമ്പത്തിക നേട്ടം, മുടങ്ങി കിടന്ന തൊഴിൽ തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ല തൊഴിലിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാവാം. അങ്ങനെ പഠിക്കുന്നവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവാം. മുടങ്ങി കിടന്ന പഠനമൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സമയം കൂടിയാണ് ഈ ഒരു മാറ്റത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഈ കൂറുകാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പൂർണ്ണഫലം വ്യാഴം മാറുന്നതോട് കൂടി ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ഈ പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത്, പ്രത്യേകിച്ച് ശിവഭഗവാന് ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ദിവസം മുടങ്ങാതെ ഒരു 108 ഉരുവെങ്കിലും ജപിക്കാൻ കഴിയണം പഞ്ചാക്ഷര മന്ത്രം. അതിനോടൊപ്പം തന്നെ ഹനുമാൻ ചാലീസ് ജപിക്കുകയും പിന്നെ ശനീശ്വരന്റെ മന്ത്രം ജപിക്കുകയും ഒക്കെ ചെയ്ത് ഇവർ മുന്നോട്ട് പോയാൽ ഇവർക്ക് നല്ല അനുഭവങ്ങളെ ഈ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അടുത്തായിട്ട് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം കാലി ചിങ്ങക്കൂറ്. ഈ കൂറുകാരെ സംബന്ധിച്ച് ഇതുവരെ കണ്ടകശനി ആയിരുന്നു ഇവർക്ക്. കണ്ടകശനി മാറി അഷ്ടമശനിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ കണ്ടകശനി മാറുന്നതോട് കൂടിയിട്ട് ചെറിയൊരു സമാധാനം അവർക്ക് കിട്ടും, എങ്കിലും പൂർണ്ണമായിട്ട് ആവില്ല. കാരണം അഷ്ടമശനിയാണ്. അഷ്ടമശനിയും ചില നക്ഷത്രക്കാർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി നമ്മുടെ ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അനുഭവം ഉണ്ടാവണമെന്നില്ല. അല്ലാത്തവർക്കാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാവുക. ഇതൊരു പൊതുഫലമാണ്. അതുകൊണ്ട് തന്നെ ജാതകമാണ് ഏറ്റവും ബേസ് ചെയ്ത് പറയേണ്ടത്. അപ്പൊ ജാതകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അതിന്റെ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് 7ൽ നിന്നും ശനി, കണ്ടകശനിയിൽ നിന്നും അഷ്ടമശനിയിലേക്ക് ശനി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ദുരിതം പേറി നടന്ന ജീവിതമായിരുന്നു ഈ കാലഘട്ടത്തിൽ. കാരണം ഒന്നാമത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ ഒരു ഡൈവേഴ്സ് വക്കിലൊക്കെ എത്തി നിൽക്കേണ്ട ഒരു സമയം കൂടി കഴിഞ്ഞു പോയി ഇവരെ. കാരണം ഇത്തരം ഒരുപാട് കേസുകൾ കോടതികളിൽ തീരെ തീർപ്പാകാതെ കിടക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവാം. അതിന് തീർപ്പ് വരാൻ പോവുകയാണ്. ഈ ഭാര്യ ഭർത്തൃ ബന്ധം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഏറ്റവും വലിയ ദോഷം ചെയ്യും എന്നാണ് പറയുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് തകർച്ച ഉണ്ടാക്കും, അതേപോലെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും, വിദേശവാസത്തിന് തടസ്സം നിൽക്കും. വിദേശത്തൊക്കെ പോകുന്നവർക്കൊക്കെ തടസ്സമായി കിടക്കുന്ന ആ ഇതുവരെ ഇനി അതിന്നൊരു മാറ്റം വന്ന് ഇവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. എങ്കിലും പൂർണ്ണമാവില്ല. വിദേശത്തേക്ക് എത്തിപ്പെടാനും അവിടെ ജോലി കിട്ടാനൊക്കെ സാധ്യത ഉണ്ട്. ഒന്ന് ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിനൊക്കെ സാധിക്കും ഇവർക്ക്. ഇവരെ സംബന്ധിച്ച് ഈ ധനം ഇനി സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായെങ്കിലും കൂടിയിട്ട് ഇനി കുറച്ചൊരു മെച്ചം ജീവിതത്തിലേക്ക് വന്ന് ഒരു വെളിച്ചം വീശാൻ പോവുകയാണ്. ഇരുട്ടിൽ നിന്നും ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും കൂടിയിട്ട് അഷ്ടമത്തിൽ ശനി അത്ര വലിയ ദോഷം എല്ലാവർക്കും ഒരേപോലെ ചെയ്യണമെന്നില്ല. അപ്പൊ അത് കൊണ്ട് നിങ്ങളും ചെയ്യേണ്ട വഴിപാടുകൾ ഇതൊക്കെ തന്നെയാണ്. ഇത് വെച്ച് മുന്നോട്ട് തന്നെ പോകണം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ മേഖലകളിലും മന്ദഗതി വരും. പിന്നെ നമുക്ക് സുഖമില്ലാതാവുക, മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ നല്ല ഉണ്ടാവുക, ടെൻഷൻ എപ്പോഴും അടിക്കുക, ഒന്നിനും ഒരു ഉഷാറില്ലാതെ വരിക, ജോലിയിലൊക്കെ ഒരു മന്ദഗതിയാണ്. ജോലി ചെയ്യണോ എന്ന് പോലും ചിലവർ ആലോചിച്ച് ജോലിയൊക്കെ ജോലി വിട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാവുക. അതുപോലെ വാഹനം വാങ്ങിക്കുന്ന അവസ്ഥയിലൊക്കെ വാഹനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റാതെ വരിക. വാഹന കച്ചവടക്കാരെ സംബന്ധിച്ച് പേപ്പറുകളൊന്നും ശരിയാവാതെ വരിക. കാരണം നമ്മൾ ഒരു പേപ്പറുകളും നമുക്ക് ശരിയായി ഗവൺമെന്റിൽ നിന്ന് കിട്ടാതെ വരികയും, അതേപോലെ വാഹനത്തിൽ കൊടുത്ത സാമ്പത്തികം മുടങ്ങിക്കെടുക്കുകയും വാഹന കച്ചവടങ്ങളൊക്കെ മന്ദഗതിയിലായി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഹനുമാൻ ചാലീസ് ജപിക്കുകയും ശനീശ്വരന് വഴിപാട് ചെയ്യും. ശാസ്താവിന്റെ അമ്പലത്തിൽ പൂർണ്ണമായിട്ടും വഴിപാട്, ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ഇവരും പാലിച്ചു പോകേണ്ടതാണ്. അടുത്തായിട്ട് കന്നിക്കൂർ.
ഉത്രം മുക്കാല്, അത്തം, ചിത്തിരാര, കന്നിക്കൂറ്. ഇവരെ സംബന്ധിച്ച് ഇതുവരെ ശനി ആറിലായിരുന്നു. ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയായിരുന്നു. ഇനിയിപ്പോ അത് ഏഴിലേക്ക് മാറുകയാണ്. അതായത് കണ്ടകശനി ഇവർക്ക് വരാൻ പോകുകയാണ് എന്നർത്ഥം. ഇവരെ സംബന്ധിച്ച് ഇതുവരെ നല്ല സമയമായിരുന്നു. എല്ലാവരിലും അല്ല പറയുന്നത്, ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പൊതുവെ ഫലം ഈ സമയം കുറച്ച് നല്ല സമയമായിരുന്നു. ഇതുവരെയുള്ള സമയം നല്ല സമയമായിരുന്നു. പല കാര്യങ്ങളും നടന്ന് മുന്നോട്ട് പോയിരുന്നു. പല പ്രശ്നങ്ങളും തീർന്ന് കേസ് വർക്കുകളൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു സമാധാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്ന് മാറി കണ്ടകശനിയിലേക്ക് പോവുകയാണ്. അത് ഏഴിലേക്കാണ് ശനി മാറുന്നത്. അങ്ങനെ ഏഴിലേക്ക് മാറുന്ന ശനി ഇവരെ സംബന്ധിച്ച് കളത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു പറയും. അതായത് വിവാഹ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കൊക്കെ തകർച്ച ഉണ്ടാക്കുന്നു പറയുന്നു. കുട്ടികളുമായിട്ടൊക്കെ നല്ലപോലെ കുട്ടികളുടെ പഠനങ്ങളൊക്കെ മുടങ്ങി പോവുക, കുട്ടികളൊക്കെ ആയിട്ട് നല്ലപോലെ സംവദിക്കാൻ പറ്റാതെ വരികയും, പിന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും, ഭാര്യ ഭർത്താവിന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുകയും, ഈ ഹോസ്പിറ്റല് സംബന്ധിച്ച് അസുഖങ്ങൾ ധാരാളം ഉണ്ടാവുകയും, അത് കാരണം കൊണ്ട് സാമ്പത്തികമായിട്ട് രൂക്ഷമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. മാത്രമല്ല വിദേശ തടസ്സങ്ങളൊക്കെ അവർക്ക് നല്ല നേരിടും. വിദേശത്ത് പോക്കൊക്കെ ശരിയായി വന്ന പോക്കുകളൊക്കെ മുടങ്ങാൻ സാധ്യത കൂടിയ സമയമാണ് ഈ കണ്ടകശനിയോട് കൂടിയിട്ട്. വിദേശവാസം വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ പോവുകയാണെന്ന് മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. അടുത്തായിട്ട് തുലാക്കൂർ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരാര, ചോതി, വിശാഖം മുക്കാല്, തുലാക്കൂറ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ കാലാണ്. ഇവരെ സംബന്ധിച്ച് ശനി ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു ശനിയുടെ ബുദ്ധിമുട്ടും ഉണ്ടാവണമെന്നില്ല. ഇവരെ സംബന്ധിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും തേടിയെത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച്. എല്ലാം വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് നടക്കും. വിവാഹം മുടങ്ങിക്കിടക്കുന്ന കുട്ടികളുടെ വിവാഹം നടക്കാൻ സാധ്യത കൂടുതലാണ്. അച്ഛനമ്മമാരൊക്കെ സന്തോഷമായിരിക്കും അതുകൊണ്ട് തന്നെ. കാരണം വിവാഹം മുടങ്ങിക്കിടക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പൊ അവർക്കൊക്കെ സന്തോഷത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. കച്ചവടം ചെയ്യുന്നവർക്കും പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ സന്തോഷത്തിന്റെ കാലഘട്ടമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച്. കാരണം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമൊക്കെ പുനഃസ്ഥാപിക്കാനും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് നല്ലൊരു ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്താനൊക്കെ ഈ 2.5 കൊല്ലം വളരെ അനുകൂലമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും ഇവരെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ശനിക്ക് പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ, അതായത് നിങ്ങൾക്ക് കോടീശ്വര യോഗമുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഇതിൽ വരുന്ന നക്ഷത്രക്കാർ. അപ്പൊ അത് എല്ലാം പൂർണ്ണമായിട്ട് കിട്ടാൻ ശനിയെ ഭജിക്കുകയും ശനിക്ക് പറഞ്ഞ വഴിപാടുകളും അയ്യപ്പസ്വാമിക്ക് പറഞ്ഞ വഴിപാടുകളും അതേപോലെ ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നാണ് പറഞ്ഞത്. ശനി എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച് നല്ലൊരു കാലഘട്ടമാണ് ഈ 2.5 കൊല്ലം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അടുത്തായിട്ട് വൃശ്ചികൂറാണ്. വിശാഖം കാല്, അനിഴം തൃക്കേട്ട വൃശ്ചികൂറാണ്. ഇവരെ സംബന്ധിച്ച് ശനി 5ലേക്കാണ്. 4ൽ നിന്നും കണ്ടകശനി ആയിരുന്നു ഇവർക്ക് ഇതുവരെ. ഇനിയുള്ള കാലം ശനി 5ാം ഭാവത്തിലേക്ക് മാറി. അവരുടെ രാശിയിൽ നിന്നും 5ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. ഇതുവരെ കണ്ടകശനി അനുഭവിച്ച് കുറെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് ഇട്ട ഒരു കാലഘട്ടമായിരുന്നു. എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടും വളരെ ജനങ്ങളിൽ നിന്നും വളരെ പീഡകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അവർക്ക്. മാതാവിന് സുഖമില്ലാണ്ട് വരിക, അതായത് അമ്മയ്ക്കൊക്കെ സുഖമില്ലാത്തൊരവസ്ഥ, നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ സുഖമില്ലാത്ത അവസ്ഥ, ഈ നക്ഷത്രക്കാരുടെ അമ്മയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥ വരികയും, പിന്നെ മാമന്മാർക്കും ഒക്കെ സുഖമില്ലാത്ത അവസ്ഥ വരികയും, സ്ഥലങ്ങളൊക്കെ വിറ്റുപോവുകയും ധനനഷ്ടം സംഭവിക്കുകയും എല്ലാം കൊണ്ടും ഇവരധികം ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു കണ്ടകശനിയിൽ. 4ാം ഭാവത്തിൽ നടക്കുന്ന ശനി ഇവർക്ക് അധികം ദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ദോഷങ്ങൾ കൊണ്ട് തന്നെ ഇവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടം കടന്നുപോയി എന്ന് പറയാം. ഇനി ഒരു മനസമാധാനത്തിന്റെ കാലഘട്ടമാണ്. എന്നാൽ പൂർണ്ണമായിട്ടല്ല. 5ലാണ് ശനി സഞ്ചരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ, മക്കൾക്കൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടിയ സമയമാണ്. വളരെയധികം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട കാലഘട്ടം കൂടിയാണ്. എന്നാൽ 4ാം ഭാവത്തിൽ നിന്ന് ശനി മാറിയത് കൂടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളേക്ക് തരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനിയുള്ള കാലഘട്ടം അത്ര തന്നെ ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതാണ്. ഇനി 2.5 കൊല്ലം കുറച്ചും കൂടി സമാധാനത്തിന്റെ കാലഘട്ടമാണ്. ഇനി ഈ പറഞ്ഞ മാതിരി ജോലിയെല്ലാം ഒന്ന് നന്നായിട്ട് വരാനും
ജോലിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും ആ മന്ദഗതി നീങ്ങിയിട്ട് ഒരു ഉഷാറിൽ വരാനൊക്കെ ഉള്ള കാലഘട്ടം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഒരു മനസ്സമാധാനം തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടത്തെ സംബന്ധിച്ച് ഒരു മനസ്സമാധാനം തന്നെയാണ്. ഇവരും ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും ശനീശ്വര മന്ത്രം 108 കുറയാതെ ജപിക്കുകയും നിത്യം ജപിക്കണം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ജപിക്കുക. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം ധനുക്കൂറിൽ വരുന്നു. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുവരെ ശനി 3-ലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഇനി അവരെ സംബന്ധിച്ച് കണ്ടകശനി വരാൻ പോവുകയാണ്. ശനി മീനത്തിലേക്ക് വരുന്നതോടുകൂടി ഇവർക്ക് 4-ാം ഭാവത്തിൽ ശനി വന്നു. അത് അവരുടെ കണ്ടകശനിയായി മാറി എന്ന് തന്നെ പറയാം. ഇനി ഇതുവരെ ഒരു സമാധാനത്തിൽ ജീവിച്ച ഇവര് 2.5 കൊല്ലം കുറച്ച് ബുദ്ധിമുട്ടിലൂടെ ജീവിച്ച് കടന്നു പോകേണ്ട അവസ്ഥയാണ്. വഴിപാടുകളൊക്കെ ചെയ്ത് ശനിയെ ഭജിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ ദോഷങ്ങളൊന്നും നിങ്ങൾ അനുഭവിക്കാണ്ട് പോവാം. കാരണം എല്ലാ ജോലിയിലൊക്കെ ഇനി മന്ദഗതി വരാൻ പോവുകയാണ്. തടസ്സങ്ങൾ നീങ്ങും. തടസ്സങ്ങൾ വന്ന് പെട്ട് കൊണ്ടിരിക്കും. ഇവരെ സംബന്ധിച്ച് എല്ലാ ഭാഗത്തും തടസ്സങ്ങളായിരിക്കും. ഒന്നും ചൊവ്വിൽ മുന്നോട്ട് പോവില്ല. ഒരു കാര്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയാതെ വരും. ജോലി തന്നെ വേണോ എന്ന അവസ്ഥയിലേക്കാണ് ഈ ഒരു കാലഘട്ടം പോകുന്നത്. കാരണം ഇനി മാതാവിനൊക്കെ സുഖമില്ലാത്ത അവസ്ഥ വരികയും സാമ്പത്തികമായ നഷ്ടം വരികയും മക്കൾക്ക് അങ്ങനെ വീട്ടിലുള്ള എല്ലാവർക്കും കുടുംബങ്ങൾക്കൊക്കെ ഒരു സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയും ഒക്കെ വരുന്ന കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം അവരെ സംബന്ധിച്ച്. 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി തന്നെ പറയുക. ആ ശനി ഇവർക്ക് ദോഷങ്ങൾ ധാരാളം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ നക്ഷത്രക്കാരെയും ഒരേപോലെ ബാധിക്കണമെന്നില്ല. നിങ്ങളുടെ ജാതകത്തിൽ ശനിക്ക് ബലം ഉണ്ടെങ്കിൽ, ശനി നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ ഈ ശനി ദോഷങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. അല്ലാത്തവർക്കാണ് ശനിദോഷങ്ങൾ സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശാസ്താവിന് വഴിപാട് തീർച്ചയായിട്ടും ചെയ്യണം. അതേപോലെ എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം വഴിപാട് കഴിക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ശാസ്താവിന്റെ അമ്പലത്തിൽ പറ്റാവുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പോവുക. ഈ 2.5 കൊല്ലം കൊണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ കുറഞ്ഞ് സർവ്വ ഐശ്വര്യങ്ങളും വരാൻ ഭഗവാൻ സഹായിക്കട്ടെ. അടുത്തായിട്ട് മകരക്കൂറാണ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, മര, മകരക്കൂറ്. ഈ കൂറുകാരെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. ശനി തന്റെ സ്വക്ഷേത്രമായ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് ഇവർക്ക് സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. കാരണം ഇവർക്ക് 7.5 ശനി ആയിരുന്നു. ഇവരെ സംബന്ധിച്ച് ശനിയുടെ ക്ഷേത്രമായതുകൊണ്ട് അത്ര അധികം രൂക്ഷമായ വിമർശനങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലും ഇവരെ സംബന്ധിച്ച് ശനി ബുദ്ധിമുട്ടിക്കും. കാരണം ശനി ഒരു പാപഗ്രഹം ആയതുകൊണ്ട് തന്നെ ചില മോശ സ്ഥാനങ്ങൾ ജാതകത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് സംഭവിക്കേണ്ടി വരും. കാരണം മോശ സ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ ഈ പാപഗ്രഹമായ ശനി എന്തായാലും മാറുന്നതോട് കൂടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെ പറയാം. കുറച്ചൊക്കെ ബുദ്ധിമുട്ട് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഇവർ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ഇവർക്ക് 7.5 ശനിയിൽ നിന്നും മാറി ഇവരുടെ കാലഘട്ടം ശുഭമായി തീരും. ഏറ്റവും നല്ല കാലഘട്ടമാണ്. മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. ശരിക്കും പറഞ്ഞാൽ നല്ല ധനസമ്പാദനത്തിനുള്ള സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കോടീശ്വര യോഗം എന്ന് വേണം ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയാൻ. സർവ്വ കാര്യങ്ങളും ഇവർക്ക് ഈ സമയത്ത് 2.5 കൊല്ലം സാധിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ ശ്രമം കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയും. ഈ രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ലതേ വരൂ. കാരണം എല്ലാ ജോലിയൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്ന ജോലിയൊക്കെ കിട്ടാനും, ഗവൺമെന്റ് തലത്തിൽ ജോലി നോക്കുന്നുള്ളവർക്ക് അത് കിട്ടാൻ സാധ്യത, ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് ആ ഇന്റർവ്യൂ വിജയിച്ച് നല്ല ജോലിയിൽ കയറാൻ സാധ്യതയൊക്കെ ഉണ്ട് ഇവരെ സംബന്ധിച്ച്. അതായത് സാമ്പത്തിക തടസ്സം നേരിട്ട് ഇതുവരെ നിന്നിരുന്ന ഇവർക്ക് സാമ്പത്തിക തടസ്സമൊക്കെ മാറി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും. വീട് പണിയൊക്കെ മുടങ്ങി കിടക്കുന്നവർക്ക് വീട് പണി പുനഃസ്ഥാപിക്കാനും പറ്റിയൊരു കാലഘട്ടം കൂടിയാണ് ഇനിയുള്ള കാലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു പേടിയും വേണ്ട, മുന്നോട്ട് ശുഭമായിട്ട് പോയിക്കോളൂ. അടുത്തായിട്ട് കുംഭക്കൂറാണ്. അവിട്ടം, വര, ചതയം, പൂരട്ടാതി, മുക്കാല്, കുംഭക്കൂറ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇതുവരെ അവർക്ക് ജന്മശനിയായിരുന്നു. ഈ രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ ക്ഷേത്രമായതുകൊണ്ട് ഈ ജന്മശനിയിൽ വരുന്ന ദോഷങ്ങൾക്കൊരു പരിധി ഉണ്ടായിരുന്നു. അത് മാറി ശനി വ്യാഴത്തിന്റെ ക്ഷേത്രമായ മീനത്തിലേക്ക് മാർച്ച് 29-ന് മാറുന്നതോട് കൂടിയിട്ട് ഇവർക്ക് 7.5 ശനി വരാൻ പോവുകയാണ്. 7.5 ശനി കാലഘട്ടം ഇവർക്ക് കുറച്ച് മോശമായ കാലഘട്ടം തന്നെയായിരിക്കും ഇവരെ സംബന്ധിച്ച്. ഈ കാലഘട്ടത്തിൽ ഇവർ ശനീശ്വര ഭഗവാനെ ഭജിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെ ഇതൊന്നും ബാധിക്കാതെ കൊണ്ടുപോകാൻ കഴിയും. കാരണം ഇവർക്ക്
ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വീട് പണിയൊക്കെ മുടങ്ങി പോവാൻ സാധ്യത കൂടുതലാണ്. സാമ്പത്തികം കടം കൊടുത്ത പൈസയൊന്നും തിരിച്ചു കിട്ടാതെ വരികയും കുട്ടികളുടെ പഠിത്തമൊക്കെ മുടങ്ങി ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ വരികയും മേലുദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം വഴക്കിടേണ്ടി വരുന്ന അവസ്ഥയും ഇവർക്കുണ്ടാകാം. അപ്പൊ ജോലിയിലൊക്കെ ശ്രദ്ധിച്ചിട്ട് സംസാരത്തൊക്കെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള പിണക്കത്തിനൊക്കെ ഇടവരാതെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം കഴിയുന്നതും നല്ല രീതിയിൽ വളരെയധികം സംസാരം കുറച്ച് ജോലി സ്ഥലത്തൊക്കെ നമ്മൾ മാന്യമായിട്ട് പെരുമാറി മുന്നോട്ട് പോയാൽ ഈ ദോഷങ്ങള് കാഠിന്യം കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ശനീശ്വരനെ ഭജിക്കുകയും നിരന്തരം ഭജിക്കുകയും അതുപോലെ ശാസ്താവിന് വഴിപാടുകളെല്ലാം ചെയ്യുകയും ഹനുമാൻ സ്വാമിയുടെ ചാലീസ് മന്ത്രം ജപിക്കുകയും അതുപോലെ ഗണപതി ഭഗവാനെ ഭജിച്ച് മുന്നോട്ട് പോയാൽ ഈ നക്ഷത്രക്കാരുടെ കാഠിന്യം കുറഞ്ഞ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തായിട്ട് മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഇതുവരെ ഏഴരശനിയായിരുന്നു. ഇനി ജന്മശനിയിലേക്ക് വരികയാണ്. ശനി ജന്മരാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാർച്ച് 29 മുതൽ ശനി ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കാലമാകയാൽ നല്ല അധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ നക്ഷത്രക്കാര്. പൂരട്ടാതി കാലും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാര് ഈ ഇനിയുള്ള കാലം ഈ 2.5 കൊല്ലം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ജന്മശനിയിൽ നിന്നും ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ ശനീശ്വര ഭഗവാനെ ഭജിക്കുകയും നേരത്തെ പറഞ്ഞ വഴിപാടുകളൊക്കെ നിങ്ങൾ അനുഷ്ഠിച്ചു പോകേണ്ടതാണ്. കാരണം ജോലി സ്ഥലത്തൊക്കെ ജോലി പോയിട്ടും സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാനും അപകടങ്ങളായി അല്ല വീഴ്ചകള് അപകടങ്ങൾ വരാനും രോഗസാധ്യത കൂടിയ സമയം, രോഗത്തിനൊക്കെ സാധ്യത കൂടിയ സമയമാണ്. ആശുപത്രിവാസം കൂടാതെ കഴിക്കാൻ പരമാവധി ഭഗവാനെ ഭജിച്ച് മുന്നോട്ട് പോവുക. രോഗസാധ്യത കൂടി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ഇവരെ സംബന്ധിച്ച്. നല്ല രീതിയിലൊക്കെ സിനിമ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു കഷ്ടകാലം കൂടി വരാൻ പോവുകയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും ബാധിക്കണമെന്നില്ല, ചിലവരൊക്കെ നന്നായിട്ട് ബാധിക്കും. അഭിനയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവര്, അതുപോലെ സംഗീതജ്ഞന്മാര്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചില തിരിച്ചടികൾ വരാൻ പോകുന്ന കാലഘട്ടം കൂടിയാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിന്റെ ഒരു കോപ്പി ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായി അയക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശനി ജാതകത്തിൽ നല്ല സ്ഥാനത്താണെങ്കിൽ നിങ്ങളെ ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല. ഇത് ചാരവശാൽ പറഞ്ഞൊരു ഫലം മാത്രമാണ്. എല്ലാവരും ഇത് കേട്ട് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശനിയുടെ മാറ്റത്തെക്കുറിച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. അതിനാണ് നമ്മൾ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനൊപ്പം തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമന്റ് ഒക്കെ ഒന്ന് വരട്ടെ. എന്തായാലും കമന്റ് ബോക്സിൽ ഓം ശനീശ്വരായ